അയ്യോ പപ്പായ മാമ, ആർക്കാണ് ഇത്ര സമയമുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനെ അവന് സംസാരിക്കാൻ പഠിപ്പിക്കാൻ കഴിയും? ഞങ്ങൾക്ക് വീട്ടിൽ പണികളില്ലേ? അത് കേട്ടതും ആ പപ്പായ മരമാമന് കരച്ചിൽ വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മിട്ടു അവിടേക്ക് പറന്നു വന്നു. അപ്പോ പപ്പായ മാമ ഇങ്ങനെ പറഞ്ഞു: മീട്ടു, ഞാൻ ആരാണെന്നുള്ള കാര്യം നിനക്കറിയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ നിന്നെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. ഞാനാണ് പപ്പായ അങ്കിൾ. ഇപ്പോൾ നീ എന്റെ വാക്കുകൾ കേട്ടാൽ നീ നിന്റെ ചിറകനക്ക്, അപ്പോൾ എനിക്ക് മനസ്സിലാകും. മിട്ടു അവന്റെ ചിറക് അനക്കി. എനിക്ക് അറിയാം, പാവം, നീ ജനിച്ചപ്പോൾ തന്നെ നിന്റെ അമ്മയും മരിച്ചുപോയി. അതുമാത്രമല്ലാതെ ഈ കാട്ടിൽ നിനക്ക് സുഹൃത്തുക്കളുമില്ല. എന്തുകൊണ്ടെന്നാൽ നീ തനിച്ചാണ്. നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ സുഹൃത്തായിക്കോളാം. അതുമാത്രമല്ലാതെ നിന്നെ ഞാൻ ഭേദപ്പെടുത്താം. മിട്ടു അവന്റെ ചിറകനക്കി. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. എനിക്ക് അറിയാം നീ എന്നോട് എന്താണ് പറയാൻ വരുന്നതെന്ന്. എന്നാൽ നിനക്ക് പറയാൻ പറ്റുന്നില്ല. നിന്റെ കണ്ണിൽ തന്നെ എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. നീ ഒന്നോർത്തും വിഷമിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നീ തനിച്ചാണെന്നുള്ള ചിന്ത നിനക്ക് വരികയേയില്ല. മിട്ടു ആ പപ്പായ മരത്തെ ചുറ്റി ചുറ്റി വന്നു. പപ്പായ മാമനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. നിനക്ക് എന്റെ കൂടെ എന്റെ വീട്ടിൽ തന്നെ താമസിക്കാം. ഞാൻ വേറെ പക്ഷികളെയും എന്റെ മരത്തിൽ വീടുണ്ടാക്കാൻ വിടും. ഇന്നു മുതൽ ഈ വീട് നിന്റെ മാത്രം സ്വന്തമാണ്.